കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കാനക്കോട് ടവർ മിനിസ്ട്രീസിൻ്റെ ദിവ്യ സന്ദേശം തിരുവചന ധ്യാന പ്രോഗ്രാമിലേക്ക് വീണ്ടും വരുന്ന ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ധ്യാനിപ്പാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം യാക്കോബ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം. ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ. ഈ തിരുവചനം നാം പഠിക്കുമ്പോൾ ഒന്നാമതായി ആകയാൽ എന്ന് പറയുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ എഴുത്തുകാരൻ വിശദീകരിക്കുന്നു. മനുഷ്യന്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. മനുഷ്യന്റെ കോപത്താൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീതിമാനായി ജീവിക്കുവാൻ തക്കവണ്ണം കഴിയുന്നതല്ല എന്ന് രേഖപ്പെടുത്തുന്നത് കൊണ്ടാണ് ആകയാൽ എന്നുള്ള വാക്കിനാൽ ലേഖകൻ നമ്മെ ഓർപ്പിക്കുന്നത്. ഒരിക്കലും മനുഷ്യന്റെ കോപം ദൈവം അംഗീകരിക്കുന്നതല്ല. മറ്റൊരു ഭാഗം നാം പഠിക്കുമ്പോൾ പത്രോസിന്റെ ലേഖനത്തിൽ തന്നെ സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഒരു മനുഷ്യന്റെ സൗമ്യത, സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ യാതൊരു ക്ഷതവുമില്ലാതെ വണ്ണം ദൈവം അംഗീകരിക്കുന്ന ആ ഹൃദയം, അതാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. ആ ഗൂഢമനുഷ്യന്റെ മനസ്സ്, അക്ഷയഭൂഷണമായ ആ ഹൃദയം, അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലയേറിയതാകുന്നു. ദൈവം അംഗീകരിക്കുന്നൊരു ഹൃദയം, ദൈവം മാനിക്കുന്നൊരു ഹൃദയം, ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നൊരു ഹൃദയം, ദൈവം സകലതും വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നൊരു ഹൃദയം, ദൈവം വാസം ചെയ്തുകൊണ്ട് നമ്മെ നയിക്കപ്പെടുവാനും പരിപാലിക്കപ്പെടുവാനും ആഗ്രഹിക്കുന്നൊരു ഹൃദയം, അതാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലയേറിയതാകുന്നു എന്ന് ആ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ കുറിവാക്യം തന്നെ അതുകൊണ്ട് ആകയാൽ എല്ലാ അഴുക്കും, രണ്ടാമതായി ദുഷ്ടതയുടെ ആധിക്യവും വിട്ട്. അഴുക്ക് നമ്മുടെ ഹൃദയത്തിൽ കയറി പറ്റിക്കഴിഞ്ഞാൽ രണ്ടാമതായി അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് ദുഷ്ടതയുടെ ആധിക്യം. അഴുക്ക് ഹൃദയത്തിൽ കയറി പറ്റിക്കഴിഞ്ഞാൽ, ആ ഹൃദയം മാലിന്യമായി കഴിഞ്ഞാൽ അവിടെ ദുഷ്ടതയുടെ ആധിക്യം കടന്നു പിടിക്കുവാനിടയാവും. അതാണ് ലേഖകൻ പറയുന്നത്. എല്ലാ അഴുക്കും യാതൊന്നും ലവലേശം പോലും കടന്നു പിടിക്കാതെ വണ്ണം എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളണം. ഈ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവാൻ സൗമ്യതയും സാവധാനവുമുള്ള
മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ ആയിരുന്നാൽ മാത്രമേ ദൈവവചനത്താലുള്ള സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ പകർന്നുകൊണ്ട് ആ ദൈവിക പരിപാലനത്തിൽ നമ്മെ തന്നെ ഉറപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതാണ് സൗമ്യതയും സാവധാനവുമുള്ള സൗമ്യത നമ്മെ വലിയവനാക്കുന്നത്. സൗമ്യത നമ്മുടെ ജീവിതത്തെ പല അനുഗ്രഹങ്ങളും ദൈവം പകരുന്നത്. എപ്പോഴും സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാരെന്ന് കർത്താവായ യേശുക്രിസ്തു തന്നെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. മനുഷ്യ ജീവിതത്തിൽ സൗമ്യത ഏറ്റവും പ്രധാനമുള്ള ഒരു കൃപയായി നാം അതിനെ കാണണം. കാരണം ഇവിടെ പറയുന്നത് തന്നെ നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ, ഈ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിടുവാൻ പറയുന്നതിന് കാരണം, അത് വിട്ടുകളയുവാൻ തക്കവണ്ണം ലേഖനം നിർദ്ദേശിക്കുന്നതിന് കാരണം നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ. നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കണമെങ്കിൽ ആ രക്ഷ ദൈവ ഈ മൺപാത്രങ്ങളിൽ പകരണമെങ്കിൽ തീർച്ചയായും ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവൻ. ഒരിക്കലും കോപം ദൈവത്തിൻ്റെ സന്നിധിയിൽ തിരുവചനം പഠിപ്പിക്കുന്ന മനുഷ്യന്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കുന്നില്ല. നീതി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം അത് ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം. ദൈവം തൻ്റെ വചനത്താൽ നമ്മെ നട്ടിരിക്കുന്നു. ദൈവം തന്നെ വചനത്താൽ നമ്മെ പരിപാലിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം തന്നെ വചനത്തിലൂടെ ദൈവത്തിൻ്റെ മക്കൾക്ക് സകലതും, സകല അനുഗ്രഹങ്ങളും സകല കൃപകളും പകരുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം തന്നെ മക്കളെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ പരിപോഷിപ്പിച്ചുകൊണ്ട് തിരുവചനം പഠിപ്പിക്കുന്ന പോലെ തന്നെ രക്ഷിക്കുവാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുന്ന യാതൊരു ദൈവപൈതന്റെയും ജീവിതത്തിൽ ആ ദൈവിക പ്രവൃത്തി ദൈവം ചെയ്ത് അവനെ മാനിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിനടുത്ത് പറയുന്നത്, എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിക്കുവൻ. ഈ വചനം സൗമ്യതയോടെ കൈക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് കേൾക്കുക മാത്രം ചെയ്യാതെ അതിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം വചനം എന്താണോ നമ്മോട് നിർദ്ദേശിക്കുന്നത്, വചനം എന്താണോ നമ്മോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്, വചനത്തിന് എന്താണോ നമ്മെ പഠിപ്പിക്കുവാനുള്ളത്, വചനത്തിലൂടെ നമുക്ക് എന്താണോ അനുഗ്രഹം ദൈവം പകരുവാൻ ആഗ്രഹിക്കുന്നത്, ആ വചനത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ദൈവിക പ്രവൃത്തി അത് നാം ഉൾക്കൊള്ളണം. അതാണ് അവിടെ പറയുന്നത്, സൗമ്യതയോടെ കൈക്കൊള്ളണം. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ, ആ വചനം കേട്ടുകൊണ്ട് നാം അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അതിനെ ചതിക്കാതെ. വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ, ഈ വചനം ഉൾക്കൊണ്ടുകൊണ്ട് സൗമ്യതയോടെ കൈക്കൊണ്ടുകൊണ്ട് നാം ഒരിക്കലും ആ വചനത്താലുള്ള പ്രവൃത്തി ചെയ്യാതിരിക്കരുത് എന്നുള്ള അർത്ഥത്തിലാണ് അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് സൗമ്യതയോടെ കൈക്കൊള്ളേണ്ടതിന് കാരണം നമുക്ക് ആവശ്യമായതുകൊണ്ട് സൗമ്യതയോടെ അത് കൈക്കൊള്ളുവാൻ തക്കവണ്ണം നിർദ്ദേശിക്കുന്നതിന് കാരണം അത് നമ്മുടെ ജീവിതത്തിൽ ദൈവം ആ വചനം നിവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് ആ കൃപയുടെ ആധിക്യത്താൽ നമ്മെ പരിപാലിക്കുവാൻ ദൈവം നമ്മിലൂടെ അത് വചനം വെളിപ്പെടുത്തി ആ വചനം നമ്മെ കേൾപ്പിക്കുവാൻ സർവശക്തനായ ദൈവം പ്രവർത്തിക്കുന്നത് കൊണ്ട്, അതുകൊണ്ട് തന്നെ പറയുന്നു, കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പിൻ. വചനം കേട്ടുകൊണ്ട് നാം അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമ്മെ തന്നെ ചതിക്കുന്നു.
നാം ഉൾക്കൊണ്ടേണ്ടത് ഉൾനട്ടിരിക്കുന്ന ദൈവവചനത്താലാണെന്നും അതുകൊണ്ട് തന്നെ ദൈവവചനം ഉൾക്കൊള്ളണമെന്നും ഈ ദൈവവചനത്താലുള്ള വാഗ്ദത്തം നമ്മിലേക്ക് പകരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുവെന്നും വചനം അതിനായി നമ്മുടെ പടിവാതിൽക്കൽ ആയിരുന്നും കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ആയിരുന്നും കൊണ്ട് ആ വചനം നിലവിളിക്കുന്നുവെന്നും ഒന്നാമതായി നാം മനസ്സിലാക്കണം. രണ്ടാമതായി പറയുന്നത്, ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു. എന്ന് വെച്ചാൽ അവന്റെ ജീവിതത്തിൽ യാതൊരുവിധമായ പ്രവൃത്തിയും ചെയ്യുവാൻ കഴിയാതെ അത് കേട്ടുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കുന്നു. ആ സ്വാഭാവിക മുഖം, ആ മുഖത്തിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല, ആ മുഖത്തിനൊരു വെളിച്ചമില്ല. ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തി അവനിലൂടെ ചെയ്തെടുക്കുവാൻ ദൈവത്തിന് സാധിക്കുന്നില്ല. അവൻ സ്വാഭാവിക മുഖം കണ്ണടയിൽ നോക്കി നിൽക്കുന്നത് പോലെ തന്നെ യാതൊരു പരിവർത്തനവും അവന്റെ ജീവിതത്തിൽ സംഭവിക്കാതെ വണ്ണം ഈ വചനം കേട്ടുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കുന്നു. ആ സ്വാഭാവിക മനുഷ്യന്റെ ആ സ്വഭാവത്തിൽ തന്നെ തന്നെ ചതിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുവാൻ തക്കവണ്ണം കഴിയാതെ വണ്ണം ആയിരിക്കുന്നു എന്ന് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഈ വചന ധ്യാനത്തിലൂടെ കർത്താവിന്റെ ശരീരം മുട്ടുകളെ മുടക്കിയിരിക്കുന്ന ഓരോ ദൈവത്തിന്റെ മക്കൾക്കും ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ദൈവം ജാഗരിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നിവർത്തിക്കുവാൻ ദൈവം ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഉൾനട്ടതുമായ ദൈവവചനത്താൽ ആ ദൈവീക പ്രവൃത്തിക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്നുള്ള ആ തിരുവേന സത്യം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ദൈവത്തോട് പറ്റിച്ചേർന്ന് ദൈവീക വിടുതൽ പ്രാപിപ്പാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം കൃപ പകരുമാറാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തിരുവചന ധ്യാന പ്രോഗ്രാമിലൂടെ കർത്താവിൽ ആശ്രയിക്കുന്ന തന്റെ മക്കൾക്ക് തങ്ങളുടെ വിഷയങ്ങളുടെ നടുവിൽ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യ പ്രവൃത്തികളും ചെയ്ത് അവരെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ.